തരക്കേടില്ല, വളരെ ഭംഗിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം സുരേഷ് ഗോപിയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ പടം അതിലൊരു നെഗറ്റീവ് പറയാനുള്ളത് ചില സമയങ്ങൾ അത്യാവശ്യമല്ലാത്ത ചില രംഗങ്ങളിൽ ചില പൊളിറ്റിക്സ് കയറി വരുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു എന്താണ് ഒരു വെല്ലുവിളി പോലെ ചിലപ്പോൾ അത് വരാം. അതോടൊപ്പം തന്നെ ചില നിയമങ്ങളുടെ ലൂപ്പ് പോയിൻറ്റുകളൊക്കെ അതിലെടുത്ത് കാണിക്കുന്നുണ്ട്. ചില സാക്ഷികളില്ലാത്ത ചില ഇതൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ചിലപ്പോൾ എന്താണ് നമ്മുടെ ഇതിൻ്റെ വിധിക്കൊക്കെ ചിലപ്പോൾ അത് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അതിലെടുത്ത് കാണിക്കുന്നുണ്ടെന്നല്ലാതെ കുഴപ്പമൊന്നുമില്ല. പടം അത്യാവശ്യം ജനങ്ങളിൽ സ്വീകരിക്കും, എങ്കിലും ഓവറായിട്ട് അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നല്ലൊരു ചിത്രം. തീർച്ചയായിട്ടും വളരെ നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി എന്ന നടൻ്റെ പേരിൽ തന്നെയാണ് ഈ ഒരു ചിത്രം എടുത്തു പറയേണ്ടത്. JSK എന്ന് പറയുന്ന ഈ ഒരു ചിത്രം പേരിൽ വിവാദങ്ങൾ ഉണ്ടായ വിവാദത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ തോന്നി. എന്തായാലും ബഹുമാനപ്പെട്ട കോടതി ഇതിനൊരു തീരുമാനമെടുത്തു, അതുകൊണ്ട് നമ്മൾക്കെല്ലാം കാണാൻ സാധിച്ചു. ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപി എന്ന നടൻ്റെ പെർഫോമൻസ് തന്നെയാണ് ആദ്യം എടുത്തു പറയേണ്ടത്. വളരെ നാളുകൾക്ക് ശേഷം നമ്മളെല്ലാം കാണാൻ ആഗ്രഹിച്ച ഒരു സുരേഷ് ഗോപിയെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിച്ചത്. അതുപോലെ അനുപമ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് കൂടെയുണ്ട്. അതേപോലെ തന്നെ ശ്രുതി രാമേന്ദ്രൻ, അഷ്കർ അലി, നമ്മുടെ ആസിഫ് അലിയുടെ അനിയൻ, അദ്ദേഹം നല്ല ഒരു കഥാപാത്രമായിട്ടുണ്ട്. മാധവ് സുരേഷ്. അതെ, അത് ഇന്ത്യൻ ന്യായ വ്യവസ്ഥയുടെ കോടതിക്ക് വേണ്ടത് എപ്പോഴും തെളിവുകളാണ്. സത്യം എന്നുള്ളത് ആ തെളിവാണ് സത്യം. നമ്മൾ ഒരാളെ 1000 കുറ്റവാളികൾ പോലും ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അതിൽപ്പെട്ടതാണ് ഈ ഒരു കാര്യം. തെളിവുകളാണ് ഏറ്റവും വലിയ സത്യം. അത് തീർച്ചയായിട്ടും അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതാണ് നമ്മുടെ ഭരണഘടനയുടെയും നമ്മുടെ ഇന്ത്യൻ ന്യായ വ്യവസ്ഥയുടെയും ന്യായാധിപൻ ആ ഒരു തീരുമാനം എടുക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ അടിവരയിട്ട് കാണിക്കുന്നത്. നല്ലൊരു ചിത്രം.